എല്ലാവർക്കും ബഗ് ഹണ്ടിങ് ബ്യൂട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കാളി ലിനക്സിന്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കാളി ലിനക്സിലെ കുറച്ച് കമാൻഡ്സുകളാണ്. നമ്മൾ രണ്ട് പാർട്ടായിട്ടായിരിക്കും ഇത് ചെയ്യുന്നുണ്ടായിരിക്കാം. കാരണം ഇത് എല്ലാ കമാൻഡ്സും കൂടി ഒരുമിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷനോ ഫുള്ള് ബ്ലാങ്ക് ആയി പോകും. അപ്പോൾ ആദ്യം ഒരു പാർട്ടിൽ ഒരു പകുതി കമാൻഡ്സ് പറഞ്ഞുതരും. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക. അത് ഓക്കെ ആണെങ്കിൽ അടുത്ത വീഡിയോയിൽ അടുത്ത കമാൻഡ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ രണ്ട് പാർട്ടായിട്ടായിരിക്കും നമ്മൾ ഈ കമാൻഡ്സിന്റെ വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കയറാം. അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യണം എന്ന് വെച്ചാൽ ഡിഗ്രി ആൻഡ് +2 പഠിക്കുന്ന കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് നമ്മളുടെ ചാനലിൽ നിന്ന് കിട്ടുന്ന ഈ വരുമാനത്തിൽ നിന്ന് ഒരു 60% നമ്മൾ അവർക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ 60% അവർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ചാനലിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഞാൻ എടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒരു ടോക്കൺ ഓഫ് ലവ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളാൽ പറ്റുന്ന ഒരു എമൗണ്ട്, അതെ ഇപ്പം ഇത്ര രൂപ വേണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളാൽ പറ്റുന്ന ഒരു എമൗണ്ട് എന്താക്കുക, ഈ GPay നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അതൊരുപാട് പേർക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഫ്രീ ആയിട്ട് എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ എത്തിക്കൽ ഹാക്കിംഗ് ആണെങ്കിലും സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആണെങ്കിലും പൈത്തൺ ആണെങ്കിലും എല്ലാം ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അത് A to Z കാര്യങ്ങൾ കംപ്ലീറ്റ് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ, നിങ്ങൾക്ക് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളാൽ പറ്റുന്നൊരു എമൗണ്ട് ടോക്കൺ ഓഫ് ലവ് ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ GPay നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. സോ നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കയറാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ വെർച്വൽ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പവേർഡ് ഓഫ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇത് പവർ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് കാളി ലിനക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ കണ്ടോ, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ഓപ്പൺ ആയിട്ട് വരും, നമ്മുടെ കാളി ലിനക്സ് ഓപ്പൺ ആയിട്ട് വരും. കുറച്ച് ടൈം എടുക്കും, എൻ്റെ സിസ്റ്റം ഭയങ്കര സ്ലോ ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഭയങ്കര സ്ലോ ആണ്. ആകെ 4 GB 2 GB കാളിക്ക് കൊടുത്തുല്ലോ, അപ്പൊ ഭയങ്കര സ്ലോ ആയിട്ടാണ് നിൽക്കുന്നത്. ഇതിവിടെ കണ്ടോ, ഏറ്റവും താഴെ ഇവിടെയൊക്കെ കാളി ലിനക്സിന്റെ യൂസർ നെയിം പാസ്വേഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനൊക്കെ നിങ്ങൾ എങ്ങനെ പാസ്വേഡ് മറന്നുപോയി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഓട്ടോമാറ്റിക്കലി വരുന്ന യൂസർ നെയിം പാസ്വേഡിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ യൂസ് ചെയ്ത മെമ്മറി 2 GB റാം ഒക്കെ അതിന് ആക്സസ് ചെയ്തു, അലോ ചെയ്തു എന്നുള്ളതൊക്കെ എല്ലാ ഡീറ്റെയിൽസും സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ കാളി ലിനക്സിന് ഇപ്പുറത്ത് കൊടുക്കുന്നുണ്ടായിരിക്കും. റണ്ണിങ്. ഓക്കെ, ഓപ്പൺ ആയിട്ട് വന്നു. ഇനി യൂസർ നെയിം കാളി, പാസ്വേഡ് കാളി, ലോഗിൻ ചെയ്യണു. അതൊന്ന് ഓപ്പൺ ആവട്ടെ കേട്ടോ, ഫുള്ളായിട്ടൊന്ന് ലോഡായിട്ട് വരട്ടെ. ഒരു ഡ്രാഗന്റെ സിമ്പിൾ വരും, അവിടം വരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, വേറെ ഒന്നും ക്ലിക്ക് ചെയ്യാണ്ട് കേട്ടോ. അപ്പോഴേ കറക്റ്റായിട്ട് എല്ലാം ലോഡായിട്ട് വന്നു എന്ന് അർത്ഥമാവുള്ളൂ. ഇവിടെ ഐക്കൺസ് വന്നാലും ഇപ്പം ഇത് കംപ്ലീറ്റ് ആയിട്ട് ലോഡായിട്ടില്ല. ഒരു ബ്ലൂവിൻ്റെ ഉള്ളിൽ ഒരു ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ഒരു ഡ്രാഗന്റെ സിമ്പിൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് ലോഡാവുള്ളൂ. ഓക്കെ, ഞാൻ അതൊക്കെ ഒന്ന് ഡിലീറ്റ് ആക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ബാഷ് എന്ന് പറഞ്ഞ ഷെല്ലാണ്. ഓക്കെ,
നമ്മുടെ വിൻഡോസിൽ കമാൻഡ് പ്രോംപ്റ്റ് ഉള്ള പോലെ ലിനക്സിലുള്ളതാണ് ടെർമിനൽ. ഓക്കെ, അപ്പൊ അത് എടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം, അതല്ലെങ്കിൽ ഈ അപ്ലിക്കേഷനിൽ എന്താക്കാം, ഇവിടെ നമുക്ക് ടെർമിനൽ എടുക്കാം, എവിടെ നിന്നായാലും ഓക്കെയാണ്. അപ്പൊ നമ്മൾ ഇന്ന് കമാൻഡ്സ് ആണ് കാളി ലിനക്സിന്റെ കുറച്ച് ബേസിക്സ് കമാൻഡ്സിന്റെ പാർട്ട് 1 ആയിരിക്കും നമ്മൾ ഇന്ന് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ ഇത് പക്ക ആക്കിയിട്ടായിരിക്കും നമ്മൾ അടുത്ത വീഡിയോയിലോട്ട് പോകുന്നുണ്ടാവാം. ഓക്കെ, അപ്പൊ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഒരു ഹലോ വേൾഡ് മെസ്സേജ് പ്രിന്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനതൊന്ന് സൈസ് കൂട്ടട്ടെ കേട്ടോ, കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ട്രാൻസ്പാരന്റ് ആണ്, അത് മാറ്റാനായിട്ട് ഞാൻ അടുത്ത വീഡിയോയിലേക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇതിൽ ഒരു മെസ്സേജ് എങ്ങനെ പ്രിന്റ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് എക്കോ ഹെലോ ഓൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നു. അപ്പൊ ഇവിടെ ഹെലോ ഓൾ എന്നുള്ളത് പ്രിന്റ് ആയി. അതല്ല എക്കോ നിമിഷ എന്ന് ഞാൻ കൊടുത്തു, അപ്പൊ നിമിഷ എന്നുള്ളത് ഇവിടെ പ്രിന്റ് ആയി. അതല്ല എക്കോ ബഗ് ഹണ്ടിങ് ബ്യൂട്ടി എന്നുള്ളത് ഞാൻ കൊടുത്തു, അപ്പൊ അതെന്താണ്, ബഗ് ഹണ്ടിങ് ബ്യൂട്ടി ഇവിടെ പ്രിന്റ് ആയി. അപ്പൊ ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യിക്കാനുള്ള കമാൻഡ് ആണ് എക്കോ സ്പേസ് ഇട്ടിട്ട് എന്താണോ മെസ്സേജ് അതുകൂടെ പ്രിന്റ് ചെയ്യിക്കാം. ക്ലിയർ ആയോ? ഇനിയിപ്പം ഇപ്പൊ കറണ്ട് ഏത് ഡയറക്ടറി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിൻഡോസിലെ ഫോൾഡർ ആണ് കേട്ടോ. ഇപ്പൊ കറണ്ട് ഏത് ഡയറക്ടറിയിലാണ് നിൽക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ PWD എന്ന് കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ ഹോമില് കാളി എന്ന് പറഞ്ഞ ഡയറക്ടറിയിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, ഇനി എനിക്കിന്ന് ഡയറക്ടറി മാറ്റണം, അതിനെന്ത് ചെയ്യും, CD എന്ന് കൊടുക്കുക, ചേഞ്ച് ഡയറക്ടറി സ്പേസ് ഡെസ്ക്ടോപ്പിലോട്ട് മാറ്റണമെങ്കിൽ ഡെസ്ക്ടോപ്പ് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ ഇതേ കണ്ടോ, ഡെസ്ക്ടോപ്പ് ഒന്ന് കണ്ടോ. ഇനി കറന്റ് ഡയറക്ടറി നോക്കിയേ, PWD നോക്കിയേ, ഹോമില് കാളിയില് ഡെസ്ക്ടോപ്പ്. ഓക്കെ, ഇവിടെ ഒരു ബഗ് ഹണ്ടിങ് ബ്യൂട്ടി എന്ന് പറഞ്ഞ ഉണ്ടായിരുന്നില്ലല്ലേ. ഓക്കെ, സാരില്ല പോട്ടെ. ഇനി എനിക്കിപ്പോൾ സ്ക്രീൻ ആകെ ഇതിപ്പോൾ ഏറ്റവും താഴെ വന്ന് കിടക്കുന്നുണ്ട്, ഇവിടെയൊക്കെ കുറേ കമാൻഡ്സ് വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ക്ലിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമാൻഡ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഒക്കെ പോയി ഏറ്റവും മുകളിൽ വന്നിട്ടുണ്ടായിരിക്കും. ഒക്കെ പോയിട്ടില്ല, അത് മുകളിൽ കിടപ്പുണ്ട്. ഇതിപ്പോൾ സ്ക്രീൻ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ടെർമിനൽ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഒരു പുതിയൊരു ഫയൽ എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. ദേ ഇപ്പം ഞാൻ ഡെസ്ക്ടോപ്പിലല്ലേ നിൽക്കുന്നത്, PWD. എനിക്ക് ഡെസ്ക്ടോപ്പിൽ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അതിന് ഞാൻ എന്ത് ചെയ്യും, അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ടച്ച് abc.txt എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഡെസ്ക്ടോപ്പിൽ നോക്കിട്ടോ, കണ്ടോ ഇവിടെ ഒരു ഫയൽ വന്നത് കണ്ടോ. ഞാൻ വീണ്ടും വരും കൂടി കൊടുക്കുന്നു, ടച്ച് pqr.txt എന്ന് കൊടുക്കണം. അപ്പോൾ അതേ അടുത്തൊരു ഫയൽ വന്നു കണ്ടോ. അപ്പം ഇങ്ങനെയാണ് ഒരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഇത് ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇനി ഒരു ഡയറക്ടറി എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, ഡയറക്ടറി എന്ന് വെച്ചാൽ ഫോൾഡർ. ഓക്കെ, അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യും, ഇതിനായിട്ട് mkdir സ്പേസ് ബഗ് എന്ന് ഞാൻ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ബഗ് എന്ന് പറഞ്ഞ ഫോൾഡർ വന്നുണ്ടോ. ക്ലിയർ ആയോ? ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു, ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തു. ഇനി ഇപ്പൊ ഞാൻ ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞ ഡയറക്ടറിയിലാണ് നിൽക്കുന്നത് അല്ലേ. ഈ ഡയറക്ടറിയിലുള്ള എല്ലാ ഫയൽസും എല്ലാ ഡയറക്ടറീസും എല്ലാ സാധനങ്ങളും എനിക്ക് കാണണം. അതിനെന്ത് ചെയ്യും, അതിനുള്ളൊരു കമാൻഡാണ് LS, ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു കമാൻഡ്. അപ്പൊ abc.txt ബഗ് pqr, ഈ സാധനം 3 വരാത്തത് അത് ഷോർട്ട് കട്ട് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ abc.txt അതൊരു ഫയലാണ്. ദെൻ ബഗ് എന്ന് പറയുന്നത് ഒരു ഡയറക്ടറിയാണ്. അതുകൊണ്ടാണ് ബോൾഡ് ആയിട്ട് ബ്ലൂ കളറിൽ നമുക്ക് കാണാനുണ്ട്. ബോൾഡ് ആയിട്ട് ബ്ലൂ കളറിൽ കാണുന്നുണ്ടെങ്കിൽ അതൊരു ഡയറക്ടറി ആയിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ, ഇനിയിപ്പോ ഞാൻ abc.txt അതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. സ്ലോ ആയി. ഓക്കെ, കണ്ടോ, അതിൽ ഒറ്റ കണ്ടന്റും ഇല്ല, ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. എനിക്കിനി അതിലോട്ടൊരു കണ്ടന്റ് ആഡ് ചെയ്യണം. ഒരു ഫയലിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് കണ്ടന്റുകൾ ആഡ് ചെയ്യണം. അതിനെന്ത് ചെയ്യും, അതിന് ഞാൻ എക്കോ കമാൻഡ് യൂസ് ചെയ്യുന്നു. എക്കോ ഹെലോ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താക്കുന്നു, ഹലോ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ട് ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇടുക, സ്പേസ് ഇട്ടിട്ട് abc.txt കൊടുക്കുക, എൻ്റർ അടിച്ച് നോക്കാം. ഇനി ഞാൻ abc എന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടോ, ഹലോ ഫ്രണ്ട് എന്ന് വന്ന് കണ്ടോ. അതെ, അപ്പോൾ അതേപോലെ ഞാൻ PQRന് കാണിച്ചു തരാം. PQRന്റെ ഉള്ളിലാണെങ്കിൽ ഒന്നും എഴുതിയിട്ടില്ല, കണ്ടന്റ് ഒന്നുമില്ല.
ഇനി പി ക്യു ആറിൽ എങ്ങനെ ആഡ് ചെയ്യുന്നുള്ളത് കാണിച്ചു തരാം. എക്കോ ഡെമോ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സ്പേസ് ഇട്ടിട്ട് ഞാൻ pqr.txt എന്ന് കൊടുത്തു. ഓക്കെ, ഇനി പി ക്യു ആർ ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഡെമോ ടെക്സ്റ്റ് എന്ന് വന്ന് കണ്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു ഫയലിന്റെ ഉള്ളിലോട്ട് റൈറ്റ് ചെയ്യുക, കണ്ടന്റ് ആഡ് ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ ഞാൻ എക്കോ ഹലോ എന്ന് പറഞ്ഞിട്ട് എഗെയിൻ ഞാൻ pqr.txt കൊടുക്കണം. ഇപ്പൊ എന്തൊക്കെയാ, നമ്മൾ പി ക്യു ആറിൽ ഇവിടെ ഡെമോ ടെക്സ്റ്റും കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഹെലോ എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ആദ്യം കൊടുത്തിട്ടുള്ള ടെക്സ്റ്റ് റീപ്ലേസ് ആയി പോകും. ഓക്കെ, കണ്ടോ, ഡെമോ ടെക്സ്റ്റ് എന്നുള്ളത് പോയി. അപ്പൊ അങ്ങനെ റീപ്ലേസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡാണ് ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത്. എക്കോ, ഇപ്പൊ അതിലെ ഹെലോ എന്നല്ല ഉള്ളത്, നിമിഷ സ്പേസ് 2 ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇട്ട് കൊടുക്കുക. ഓക്കെ, സ്പേസ് pqr.txt. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഹലോ തൊട്ട് താഴെ നിമിഷ എന്നുള്ളത് വന്നു. ക്ലിയർ ആയോ? റീപ്ലേസ് ചെയ്യാതെ കണ്ടന്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഫയല് ഇത് ABC എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് ഫയലാണ് അല്ലേ, ഈ ബഗ് എന്ന് പറയുന്നത് ഒരു ഡയറക്ടറി ആണ് അല്ലേ. അപ്പൊ എന്താണ് ഈ ഫയലിന്റെ ഒരു ടൈപ്പ് എന്താണെന്ന് നമുക്ക് അറിയണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് ഫയൽ സ്പേസ് ഞാൻ ബഗ് എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പൊ ബഗ് എന്ന് പറയുന്നത് ഒരു ഡയറക്ടറി ആണ്. അതല്ലെങ്കിൽ ഫയൽ സ്പേസ് abc.txt എന്ന് കൊടുക്കണം. ABC എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് ഫയലാണ്. ഓക്കെ, ടൈപ്പ് കണ്ടുപിടിക്കാനുള്ള കമാൻഡാണ് ഫയൽ എന്ന് പറഞ്ഞ കമാൻഡ്. ഓക്കെ, പിന്നെ ഞാനിവിടെ എന്താണ് ഈ ABC-യിലോട്ട് കണ്ടന്റ് ആഡ് ചെയ്ത് കണ്ടന്റ് വായിക്കാനായിട്ട് ABC എന്ന് പറഞ്ഞാൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യണം അല്ലെ. അതിന് പകരം എനിക്ക് ടെർമിനലിൽ കാണണം. അതിനായിട്ട് എന്ത് ചെയ്യും, അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് cat abc.txt എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പൊ ABC-യിലുള്ള കണ്ടന്റ് വന്ന് കണ്ടോ. അതേപോലെ അടുത്ത് കൊടുക്കുന്നു cat pqr.txt. അപ്പോൾ pqr-ലുള്ളതും വന്നു. ക്ലിയർ ആയോ? എനിക്ക് ഈ ABC-യിലും pqr-ലുള്ളത് ഒരുമിച്ച് വരണം. അതിനെന്ത് ചെയ്യും, ഞാൻ cat abc.txt സ്പേസ് pqr.txt കൊടുക്കാം. കണ്ടോ, അപ്പൊ അത് ഒരുമിച്ച് നമുക്ക് പ്രിന്റ് ചെയ്ത് വന്നു. ക്ലിയർ ആയോ? ഇനിയിപ്പോ ഓക്കെ, ഇതുവരെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള എല്ലാ കമാൻഡ്സും എനിക്ക് കാണണം. ഓക്കെ, അതിനെന്ത് ചെയ്യും, അതിനെ നമ്മൾ ക്ലിയർ ചെയ്യട്ടെ. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഹിസ്റ്ററി. കണ്ടോ, നമ്മൾ ഇതുവരെ ടൈപ്പ് ചെയ്തിട്ടുള്ള എല്ലാ കമാൻഡ്സും ഇതിൽ വരും. ഞാൻ മുന്നേ ടൈപ്പ് ചെയ്തിട്ടുള്ള കമാൻഡ്സ് അടക്കം എല്ലാം വന്നിട്ടുണ്ട് ഇതിൽ. ഞാൻ ഏറ്റവും ആദ്യം ടൈപ്പ് ചെയ്ത കമാൻഡ്സ് അടക്കം ഒക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, ഇതൊന്നും ഇപ്പൊ ടൈപ്പ് ചെയ്തല്ലോ. അപ്പോൾ മുന്നേ ടൈപ്പ് ചെയ്ത കമാൻഡ്സ് അടക്കം എല്ലാ ഹിസ്റ്ററി, ഇതുവരെയുള്ള എല്ലാ ഹിസ്റ്ററീസും നമുക്കിതിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കുറെ കമാൻഡ്സ് ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ അത് ഒന്നുകൂടെ പറഞ്ഞുതരാം ഏതൊക്കെ കമാൻഡ്സ് എന്ന്. ഫസ്റ്റ് നമുക്കൊരു മെസ്സേജ് പ്രിന്റ് ചെയ്യണമെങ്കിൽ എക്കോ എന്ന് പറഞ്ഞ ഒരു കമാൻഡ് സ്പേസ് എന്താണ് മെസ്സേജ് അത് നമ്മൾ കൊടുക്കണം. പിന്നെ ഇപ്പൊ കറണ്ട് ആയിട്ടുള്ള പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി അറിയാനായിട്ടുള്ള കമാൻഡാണ് pwd. പിന്നെ എന്ന് പറയുന്നത് നമുക്ക് ഡയറക്ടറി ചേഞ്ച് ചെയ്യണമെങ്കിൽ cd സ്പേസ് ഏതാണോ ഡയറക്ടറി ആ ഡയറക്ടറിയുടെ പേര് കൊടുക്കാം. പിന്നെ ക്ലിയർ എന്ന് പറഞ്ഞ കമാൻഡ് പഠിച്ചു. പിന്നെ എന്താണ്, പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ ടച്ച് സ്പേസ് ഫയലിന്റെ പേര് കൊടുക്കാം abc.txt. അല്ലെങ്കിൽ പുതിയൊരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാനോ mkdir സ്പേസ് ഡെമോ എന്നുള്ളത് ഡയറക്ടറിയുടെ പേര്. ഇപ്പൊ കറണ്ട് ഡയറക്ടറിയിലത്തെ എല്ലാ കാര്യങ്ങളെയും ലിസ്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ls എന്ന് പറഞ്ഞ ഒരു കമാൻഡ് യൂസ് ചെയ്യാനായിട്ട്. പിന്നെന്താണ്, ഇപ്പൊ ഒരു ഫയലിലോട്ട് കണ്ടന്റ് ആഡ് ചെയ്യാനായിട്ടുള്ള കമാൻഡാണ് എക്കോ സ്പേസ് കണ്ടന്റ് കൊടുക്കുക സ്പേസ് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇടുക സ്പേസ് abc.txt. ഓക്കെ, ഇപ്പൊ നമ്മൾ വീണ്ടും ഇതേ കമാൻഡ് യൂസ് ചെയ്യുമ്പോൾ ഇത് റീപ്ലേസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ് ഇവിടെ 2 ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇട്ട് കൊടുക്കുന്നത്. ക്ലിയർ ആയോ? പിന്നെന്ന് പറയുന്നത് ഒരു ഫയലിലെ ടൈപ്പ് അറിയാൻ വേണ്ടിയിട്ട് ഫയല് abc.txt. പിന്നെന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഈ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് വ്യൂ ചെയ്യുന്നതിന് പകരം ടെർമിനലിൽ തന്നെ കണ്ടന്റ് വ്യൂ ചെയ്യാനായിട്ടുള്ളതാണ് cat എന്ന് പറഞ്ഞ കമാൻഡ് cat abc.txt.
ഇപ്പൊ 2 ഫയൽ ഉണ്ട്, 2 എണ്ണം ഒരുമിച്ച് കാണണമെങ്കിൽ കാറ്റ് abc .txt സ്പേസ് xyz ആ ഫയൽ ഏതാണോ അതിന്റെ പേര് കൊടുക്കുക. ക്ലിയർ ആയോ? പിന്നെ നമ്മൾ ഇതുവരെ യൂസ് ചെയ്ത എല്ലാ കമാൻഡ്സും കാണാനായിട്ട് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമാൻഡ് ഉണ്ട്. ഓക്കെ, അങ്ങനെ 13 കമാൻഡ്സ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുണ്ട്. 13 ഞാൻ തോന്നുന്നു 13 കമാൻഡ്സ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക, കാണാതെ ഒന്ന് ചെയ്തു നോക്കുക. ഓക്കെ, ജസ്റ്റ് ഇത് ഈ കമാൻഡ് നോക്കിയിട്ട് അതേപടി ചെയ്യാതെ കാണാതെ ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെയ്ത് നോക്കാം. ഒരു 2-3 വട്ടം ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ കമാൻഡായിട്ടൊന്ന് പരിചയമാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പിന്നീട് ചെയ്യാനായിട്ട് പറ്റും. സോ ഇന്ന് അത്രയ്ക്ക് മതി. ബാക്കി കമാൻഡ്സ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. എല്ലാം കൂടി പഠിക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോകും. അപ്പോൾ ആദ്യം ഈ ഒരു 13 കമാൻഡ്സ് പഠിക്കാനായിട്ട് നോക്കാം, കാണാതെ ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു വട്ടമല്ല, 2 വട്ടമല്ല, 2-3 വട്ടം ഇരുന്ന് ചെയ്തോ. അപ്പോൾ പഠിക്കുക, ചെയ്ത് നോക്കാം, പ്രാക്ടീസ് ചെയ്ത് നോക്കാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും സപ്പോർട്ട് ചെയ്യണം, ടോക്കൺ ഓഫ് ലവ് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ GPay നമ്പറിലോട്ട് ഒന്ന് ഷെയർ ചെയ്യുക. ഒരുപാട് പേർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അത് ഞാൻ അഗെയിൻ എടുത്ത് പറയാൻ കാരണം അതാണ്, ഒരുപാട് ഡിഗ്രി സ്റ്റുഡൻസ് ആണെങ്കിലും ഡിഗ്രി ആൻഡ് +2 ഈ 2 ബാച്ചിലത്തെ സ്റ്റുഡൻസ് ആണുള്ളത്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളാൽ പറ്റുന്ന എമൗണ്ട് 10 രൂപയെങ്കിൽ 10 രൂപ നിങ്ങളാൽ പറ്റുന്ന എമൗണ്ട് GPay നമ്പറിലോട്ട് ഷെയർ ചെയ്യാനായിട്ട് നോക്കാം. ഇത് ഞാൻ അതാക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.